നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട വാതുവെപ്പ് ആരോപണങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഉയർന്നു വരികയാണല്ലോ. അതായത് ഗ്രൂപ്പ് ഓഫ് കോപ്പൻഹേഗൻ 7 ഇൻസിഡൻറ്റുകൾ ഈ വേൾഡ് കപ്പിൽ സംശയാസ്പദമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ദി അത്ലറ്റിക്കാണ് ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ഫിഫക്ക് ഈ 7 ഇൻസിഡൻറ്റുകൾ സ്ക്രൂട്ടനൈസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് കോപ്പൻഹേഗൻ ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് പോയിട്ടുണ്ട്. ഗ്രൂപ്പ് ഓഫ് കോപ്പൻഹേഗൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ്. അപ്പം ഒരു ഇൻഡിപെൻഡൻറ്റ് വാച്ച് ഡോഗ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ അവരാണ് ഇത് മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന 7 കാര്യങ്ങളിൽ ഒന്ന് സ്പെയിൻ വേഴ്സസ് കേപ്പ് വെർദെ മത്സരത്തിലെ ബെറ്റിംഗ് ആണ്. അമേരിക്കൻ ബെറ്റിംഗ് പ്ലാറ്റ്ഫോമായിട്ടുള്ള പോളി മാർക്കറ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് $4.8 മില്യൺ ബെറ്റിംഗ് നടന്നു. അതായത് സ്പെയിന് കേപ്പ് വെർദയെ തോൽപ്പിക്കില്ല എന്ന ബെറ്റിംഗ് നടന്നു. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. അവിടെയാണ് ഒരു മാച്ച് ഫിക്സിങ്ങിൻ്റെ സംശയം ഉയരുന്നത്. സ്പെയിൻ വേഴ്സസ് സൗദി അറേബ്യ മത്സരത്തിലെ വാർ റിവ്യൂ 3.5 മിനിറ്റ് അത് എടുത്തു. ഇതുമായി ബന്ധപ്പെട്ടിട്ടും ബെറ്റിംഗ് നടന്നിട്ടുണ്ട് എന്നാണ് വിവരം. ഫെറാൻ ടോറസിൻ്റെ ഗോൾ ഡിസലോ ചെയ്തത്. പിന്നുള്ളത് ഫ്ലോറിൻ ബലോഗൻ്റെ ആ ഒരു റെഡ് കാർഡ് റിവോക്ക് ചെയ്യും എന്നുള്ളതാണ്. ഫ്ലോറിൻ ബലോഗൻ കളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രൂപത്തിൽ ബെറ്റിംഗ് നടന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും ഇറഗുലാരിറ്റീസ് നടന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും സൗത്ത് ആഫ്രിക്കയുടെ താരം, അദ്ദേഹത്തിന് തെമ്പ ജ്വയന് റെഡ് കാർഡ് കിട്ടി 84-ാമത്തെ മിനിറ്റിൽ ആദ്യ മത്സരത്തിൽ മെക്സിക്കോക്കെതിരെ. അത് സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും ബെറ്റിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത് സംശയം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 4 ഇൻസിഡൻസ് ആണ് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. പിന്നെ 3 ഇൻസിഡൻസ് ജനറൽ ഇൻകെയിം നോട്ടീസസ് ആണ്. അത് കൃത്യമായി സ്പെസിഫൈ ചെയ്തിട്ടില്ല. 104 മത്സരങ്ങളിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങളാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫിഫ പക്ഷേ വളരെ ശക്തമായിട്ട് നിലപാടെടുത്തിരിക്കുന്നത് ഇല്ല, അങ്ങനെ നടന്നിട്ടില്ല എന്നാണ്. നോ സസ്പീഷ്യസ് ബെറ്റിംഗ് ആക്ടിവിറ്റി ഓർ എവിഡൻസ് ഓഫ് മാച്ച് ഫിക്സിംഗ് ഇൻ എനി മാച്ച് എന്നാണ് ഫിഫയുടെ ഇൻറ്റഗ്രിറ്റി ടാസ്ക് ഫോഴ്സിൻ്റെ ഒരു നിലപാട്. അതാണ് അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വിവരങ്ങൾ സംഭവിക്കുന്നു. സ്പെയിനിൻ്റെ 2 മത്സരങ്ങൾ ഇതിലുണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ടോട്ടൽ 7 ഇൻസിഡൻസ് ആണ് ഇപ്പോൾ വാതുവെപ്പുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.